ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ ജനറേഷൻ ഹ്യുണ്ടായി വെന്യൂനെ പറ്റിയാണ്. ആൻഡ് ഈ വണ്ടി ഫൈനലി ഹ്യുണ്ടായി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെപ്പറ്റി കുറച്ച് നല്ല കാര്യങ്ങളും പറയാനുണ്ട്, കുറച്ച് മോശം കാര്യങ്ങളും പറയാനുണ്ട്. മോശം കാര്യങ്ങൾ ആസ് സച്ച് വണ്ടിയെ പറ്റിയല്ല, പക്ഷേ ഹ്യുണ്ടായിയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജിയെ പറ്റിയാണ്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും മഹീന്ദ്രയെ പോലെ ആണ്, അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. എന്തോരം പ്രൈസ്, അതായത് എത്രയൊക്കെ പ്രൈസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ ഡിസൈനിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓൾറെഡി വണ്ടിയുടെ ഡിസൈൻ ലീക്കായിട്ടും അതുപോലെ ഹ്യുണ്ടായിട്ട് ഒഫീഷ്യലി റിവീൽ ചെയ്തും എല്ലാം കണ്ടിട്ടുള്ളതാണ്. ഫ്രണ്ട് ഡിസൈൻ നമ്മുടെ നോർമൽ വെന്യൂവിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻലൈനും അതുപോലെ നോർമൽ വണ്ടിയുണ്ട്. അതിനകത്ത് നോർമൽ വണ്ടിയിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടത്തെ ഗ്രില്ലും അതുപോലെ നമുക്ക് ആ ഒരു അലുമിനിയം ഫിനിഷ് പോലുള്ള സ്കിറ്റ് പ്ലേറ്റ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. DRLസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിലുണ്ട് ഫ്രണ്ടിൽ നല്ലൊരു കണക്റ്റഡ് DRLസിൻ്റെ ഒരു ലൈറ്റ് ബാർ, ട്യൂബ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ അത് ഇതുപോലത്തെ SUVs ഓർ കോമ്പാക്ട് SUVs ഇങ്ങനത്തെ വണ്ടികൾ എനിക്കത് വലിയ കുഴപ്പം തോന്നാറില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം നമുക്ക് ഈ നോർമൽ വെന്യൂവിൽ സൈഡ് വീൽ ആർച്ച് ക്ലാഡിങ്ങും സാധനങ്ങളൊക്കെ കിട്ടും. എൻലൈൻ മോഡലിൽ താഴത്തെ ക്ലാഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. വീൽ ആർച്ചിൻ്റെ അവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഇപ്പോൾ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് വിസിബിൾ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് വീൽ ആർച്ച് ക്ലാഡിങ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് നോർമൽ വെന്യൂ എൻലൈൻ്റെ അകത്ത് ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് 16 ഇഞ്ച് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള വീൽസാണ് കിട്ടുന്നത്. കാണാൻ ഭയങ്കര ബോറിംഗ് ആണ്, പക്ഷേ 16 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. പിന്നെ വരുമ്പോൾ സി പില്ലറിനകത്ത് നമുക്കൊരു സിൽവർ ഫിനിഷ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ ക്രെറ്റയിലൊക്കെ ഇപ്പോഴും ഉണ്ട് ക്രെറ്റയിൽ, പക്ഷേ അത് ഇത്രയും ചെറുതല്ല. ക്രെറ്റയിൽ കുറച്ചും കൂടെ വലുതായിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന പോലത്തെ എക്സ്റ്റൻഷനാണ് ഇതിനകത്ത്. പക്ഷേ ചെറിയൊരു പോർഷൻ മാത്രമേ അവരങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം നോർമലാണ്, ഫ്ലഷ് ഫിറ്റിംഗ് ഒന്നും അല്ല. അതുപോലെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴും കാണാൻ അത്യാവശ്യം നല്ല രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ തന്നെയാണ്. കണക്റ്റഡ് ടൈൽ ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര ബോറായിട്ടുള്ളൊരു ഡിസൈൻ ഒന്നുമല്ല. കാണാൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു ഡിസൈനാണ്. സ്പോയിലറൊക്കെ ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സ്പോയിലറാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സ്കിറ്റ് പ്ലേറ്റ്സ് ബാക്കിലുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട DRLs പോലെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. ഇനി നമുക്ക് എൻലൈൻ മോഡലിൻ്റെ ഡിസൈനിലേക്ക് പോകാം. സോ ഇതിനകത്ത് ഫ്രണ്ട് പ്രൊഫൈൽ പറയാനാണ് അത്യാവശ്യം വ്യത്യാസമുണ്ട്. സ്കിറ്റ് പ്ലേറ്റ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്, പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ബാക്കി DRLs അതുപോലെ ഹെഡ്ലൈറ്റ്സ് സാധനങ്ങളൊക്കെ സെയിം ആണ്. ഗ്രില്ലിലും ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞാൽ വീൽ ആർച്ചിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ക്ലാഡിങ്, അത് നമുക്ക് ഈ ഒരു സംഭവത്ത് എൻലൈൻ മോഡൽ അവൈലബിൾ അല്ല. അത് കുറച്ച് ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം പൊതുവേ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ സൈഡ് ക്ലാഡിങ് ഉള്ളതാണ് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടം. ഭയങ്കര വലുതാകുമ്പോൾ പിന്നെയും കുറച്ച് ബോറായിരിക്കും. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ ഇത് ഇല്ലാഞ്ഞിട്ട് എവിടെയോ എന്തൊരു ചെറിയ മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞത് കാണുമ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയൊരു ഹാച്ച് ബാക്ക് പോലെ തന്നെയുണ്ട്. ഇതിലും നല്ലത് അവർ ഇതിന് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ കുറച്ചിട്ട് ശരിക്കും ഒരു ഹാച്ച് ബാക്ക് ആക്കുന്നതായിരുന്നു. പക്ഷെ അത് പറ്റില്ലല്ലോ, i20 ഉണ്ടല്ലോ, അതൊരു വലിയ പ്രശ്നമാണ്. ഏതായാലും മൊത്തത്തിൽ വെച്ച് നോക്കുമ്പം കുറേ റെഡ് സ്ട്രൈപ്സ് ഒക്കെ വെച്ച് അത്യാവശ്യം സ്പോർട്ടി എലമെൻറ്റ്സ് ഒക്കെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലുള്ള ഒരു സിൽവർ എലമെൻറ്റ് ഈ വണ്ടിയുടെയും സി പില്ലറിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എൻലൈനിൽ അവർ ബ്ലാക്ക് ആക്കുമായിരിക്കുന്നു, പക്ഷേ ആക്കിയിട്ടില്ല. കറക്റ്റ് എൻലൈനിലാക്കിയായിരുന്നു. വേറൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. നമുക്ക് എൻലൈൻ മോഡലിന് തൊട്ട് 17 ഇഞ്ച് വീൽസ് കിട്ടുന്നതായിരിക്കും. പൊതുവേ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ 17 ഇഞ്ച് വീൽസ് മിക്ക കമ്പനികളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല അപ്ഗ്രേഡാണ്. ഓൾറെഡി സിറോസിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ഹ്യുണ്ടായി ഇതിനകത്ത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആൻഡ് കാണാൻ നല്ല രസമുള്ള വീൽസാണ്. ഇത് കാണാൻ ഡെഫിനറ്റ്ലി നോർമൽ വെന്യൂവിൻ്റെ വീൽസിനേക്കാൾ മച്ച് ബെറ്ററാണ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പം അഗൈൻ നമ്മൾ നോർമൽ വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയും സ്കിറ്റ് പ്ലേറ്റ്സിൽ ബാക്കിൽ വ്യത്യാസമുണ്ട്, ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. പിന്നെ ബാക്കിൽ എൻലൈൻ്റെ ബാഡ്ജിങ് ഉണ്ട് ആൻഡ് ട്വിൻ എക്സോസ്റ്റ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതും ഫംഗ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എയർ കട്ടൺ ഉണ്ട്, അതും ആക്ച്വലി ഫംഗ്ഷണൽ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല. ആൻഡ് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് റിയർ പ്രൊഫൈൽ അത്യാവശ്യം നല്ല സ്പോർട്ടിയാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്പോയിലർ കിട്ടുന്നുണ്ട്, അതും കാണാൻ അത്യാവശ്യം രസമുണ്ട്. ആൻഡ് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്, ഇതും കാണാൻ രസമുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിന് മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന വെന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു. ആൻഡ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഭയങ്കര ബേസിക് ആയിരുന്നു. കാരണം 8 ഇഞ്ച് സ്ക്രീൻ, ഒരു കൈൻഡ് ഓഫ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതായത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലസ്റ്റർ എല്ലാം മാറിയിട്ട് കംപ്ലീറ്റ്ലി പുതിയൊരു ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതും കാണാൻ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആ സൈഡിലത്തെ AC വെൻസിൻ്റെ ഡിസൈൻ ഇത്തിരി ഓർഡിനായിട്ട് തോന്നി, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാനില്ല. ഓവറോൾ ഡാഷ്ബോർഡ് കാണാൻ നല്ല രസമുണ്ട്. പുതിയ സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. 3 സ്പോക്ക് ആണ്, പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് 4 ഡോട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായെ സിഗ്നിഫൈ ചെയ്യുന്ന ടൈപ്പാണ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് അതിൻ്റെയും ഡിസൈൻ, ഇപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. കൺട്രോൾസ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് 12.3 ഇഞ്ച് ഡ്യുവൽ
ട്വിൻ കർവ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പാനോറാമിക് ഡിസ്പ്ലേ എന്നാണ് ഹ്യുണ്ടായി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എനിവേ വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ 2 വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രൈവറിന് 4-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അതുപോലെ ഓട്ടോ AC അവൈലബിൾ ആണ്. ഡ്യുവൽ സോൺ അല്ല, സിംഗിൾ സോൺ ആണ്. ബട്ട് സ്റ്റിൽ ഓട്ടോ AC ഉണ്ട്. ഓട്ടോ AC ഉണ്ടാവണമല്ലോ, കോമൺ ആണല്ലോ. ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ 360 പാർക്കിംഗ് ക്യാമറ ഉണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. വേണമെങ്കിൽ പാനോറമിക് കൊടുക്കാമായിരുന്നു. ഈ സെഗ്മെന്റിൽ ഇപ്പം 3-4 വണ്ടികൾ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഹ്യുണ്ടായി വെന്യൂ ജനറേഷൻ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പാനോറമിക് കൊടുക്കേണ്ടായിരുന്നു, പക്ഷേ അവർ കൊടുത്തിട്ടില്ല. അതുമാത്രമാണ് എനിക്ക് ഇതിനകത്ത് ചെറിയൊരു മിസ്സായിട്ട് തോന്നിയത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ എല്ലാം അടിപൊളിയാണ്. എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈവൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നമുക്ക് 6 എയർ ബാഗ്, CSP, ABS, EBD എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ ലെവൽ 2 അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട്. മാക്സിമം 21 ഫീച്ചേഴ്സ് വരെയാണ് ഇതിനകത്ത് വരുന്നത്. മാക്സിമം എന്ന് പറയാൻ കാരണം നോർമൽ വെന്യൂവിൽ റിയർ അഡാസ് ഇല്ല, എൻലൈനിൽ മാത്രമാണ് നമുക്ക് റിയർ അഡാസ് കിട്ടുന്നത്. സോ എൻലൈനിലായിരിക്കും ഫുൾ 21 ഫീച്ചേഴ്സ് കിട്ടുന്നത്. പക്ഷേ നോർമൽ വെന്യൂവിലും നമുക്ക് ടോപ്പിനകത്ത് അഡാസ് കിട്ടുന്നുണ്ട്. അതിൽ 16 ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ ബൈ ദ വേ ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇനി സ്പേസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലും നമുക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാരണം ഡയമെൻഷൻസിൽ അവർ കുറച്ച് ചേഞ്ചസ് വരുത്തി സ്പേസ് മാനേജ്മെൻറ്റ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. 20 mm വീൽ ബേസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2520 mm ആണ് ഇപ്പോൾ ഇതിൻ്റെ വീൽ ബേസ്. ഈവൻ വിട്ട് ആണെങ്കിലും 30 mm കൂടിയിട്ടുണ്ട്. സോ 1800 mm ആണ് കറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ വിട്ട് വരുന്നത്. 48 mm ഹൈറ്റും കൂടിയിട്ടുണ്ട്. ലെങ്ത്തിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ല, കാരണം ആഫ്റ്റർ ഓൾ ഇതൊരു സപ്പോമീറ്റർ SUV ആണ്. ആൻഡ് 3995 mm തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ആൻഡ് സ്പേസ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം സഫീഷ്യൻറ്റ് സ്പേസ് ഉണ്ട്. നമുക്ക് ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് റിയർ ആംറെസ്റ്റ്, 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, പിന്നെ റിയർ AC വെൻസ്, അതുപോലെ ചാർജിങ് പോയിന്റ്സ് എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 350 ലിറ്റേഴ്സ് ആണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പറയാനിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിവേ നമുക്കിനി എൻലൈൻ മോഡലിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് കിടക്കാം. ആൻഡ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, പുതിയ നമ്മുടെ ഇൻ്റർനാഷണലി കാണുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ N മോഡൽസിൽ വരുന്നത്, അതായത് ഇപ്പം അയണിക് 5N അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് അവർ ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. ആൻഡ് കാണാൻ അടിപൊളിയാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് മൊത്തത്തിൽ നല്ലൊരു പ്രീമിയം ആൻഡ് സ്പോർട്ടി ടച്ചാണ് കിട്ടുന്നത്. നടുവിൽ N-ൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റിയറിംഗിൻ്റെ താഴത്തെ കൺട്രോൾസ്, ഡ്രൈവ് മോഡ് സെലക്ടർ, ട്രാക്ഷൻ കൺട്രോൾ സെലക്ടർ, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻബിൾട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് അടിപൊളിയാണ്. ആൻഡ് അഗെയിൻ എൻലൈൻ മോഡൽസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ തീമാണ് കിട്ടുന്നത്. പക്ഷേ നോർമൽ വെന്യൂവിൽ ഡ്യുവൽ ടോൺ തീമാണ് അവർ പിടിച്ചിരിക്കുന്നത്. സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ചില സ്ഥലത്ത് ബേജ് ഉണ്ട്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും ബ്ലാക്ക് പിന്നെ റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കാണാം, ഡാഷ്ബോർഡിൻ്റെ ചില സ്ഥലങ്ങളിൽ കാണാം, ആംബിയൻ ലൈറ്റ്സിൽ കാണാം, അങ്ങനെയൊക്കെയാണ്. ഫീച്ചേഴ്സിൽ മോസ്റ്റ്ലി വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. ടോപ്പ് എൻഡിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ എഡാസിൻ്റെ ഫീച്ചേഴ്സിലുള്ള കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളൂ. പിന്നെ കോസ്മെറ്റിക് വൈസ് നമുക്ക് ഗിയർ നോബിനകത്തൊക്കെ വരുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് N ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ അഗൈൻ അവിടെ ഒരു റെഡ് ലൈറ്റിംഗ് പോലത്തെ സെറ്റപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കേസ്. ഒരുപാട് വ്യത്യാസമൊന്നും പറയാനില്ല. നമുക്ക് ഇനി പറയാനുള്ളത് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസാണ്. എൻലൈൻ മോഡൽ ആകപ്പാടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ മാത്രമേ കിട്ടുള്ളൂ. 120 PS, 172 Nm ടോർക്ക് ആൻഡ് 6 സ്പീഡ് മാനുവലും അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആയിരിക്കും കിട്ടുന്നത്. IMT ട്രാൻസ്മിഷൻ അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഇപ്രാവശ്യത്തെ വെന്യൂൽ IMT നമുക്ക് കിട്ടുന്നേ ഇല്ല. ഓക്കെ, പക്ഷേ നോർമൽ വെന്യൂ, അതായത് എൻലൈൻ അല്ലാത്ത വെന്യൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 3 പവർ ട്രെയിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് 1.2 NA പെട്രോൾ ആണ്, 83 PS പവറും 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ വരുന്ന 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ്. അത് നമുക്ക് 115 bhp അതുപോലെ 250 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 6 സ്പീഡ് മാനുവലും ഉണ്ട്. നേരത്തെ ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. സെറോസിലും സോണറ്റിലും എല്ലാത്തിലും പ്രൈസ് പോയിന്റിൽ കിയ ഓട്ടോമാറ്റിക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഹ്യുണ്ടായി ഫൈനലി ഈ ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് കൊടുത്തു തുടങ്ങി. അതൊരു ഗംഭീര കാര്യമാണ്. ഇനി അതല്ലാതെ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും കിട്ടുന്നുണ്ട്. നേരത്തെ എൻലൈൻ മോഡൽ പറഞ്ഞ സെയിം സ്പെക്കാണ്. നമുക്കിപ്പോൾ നോർമൽ വെന്യൂൽ ഇത് കിട്ടുന്നുണ്ട്. അവർ i20 ഒക്കെ വന്ന സമയത്ത് നോർമൽ i20 ടർബോ പെട്രോൾ കളഞ്ഞായിരുന്നു. എന്നിട്ട് അതിനകത്ത് 1.2 NA മാത്രമാക്കി. ഏതായാലും ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. നോർമൽ വെന്യൂവിൽ നമുക്ക് ടർബോ പെട്രോൾ ഉണ്ട്, എൻലൈനിലും ടർബോ പെട്രോൾ ഉണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ഇതിനകത്ത് നമുക്ക് K1 പ്ലാറ്റ്ഫോമാണ് കിട്ടുന്നത്. നേരത്തെ വെന്യൂ ആക്ച്വലി K2 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിരുന്നു. സോണറ്റും K2 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്. പക്ഷേ ഇപ്പോൾ സിറോസിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെയിം K1 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡലിലെ പ്ലാറ്റ്ഫോമാണ്. സിറോസിന് അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയതായിരുന്നു. ഭാരതൻ കേപ്പ്, ഗ്ലോബലൻ കേപ്പ്, ഏതോ ക്രാഷ് ടെസ്റ്റിൽ. എനിവേ സോ ഇത് ബെറ്റർ സേഫ്റ്റി ഓഫർ ചെയ്യും എന്നാണ് ഹ്യുണ്ടായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ K2 അവർ പറയുന്ന അനുസരിച്ച് K1ൻ്റെ അത്രയും മോഡുലർ അല്ല. അതുകൊണ്ട് തന്നെ K1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിറോസിൽ Kക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മികവാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഹ്യുണ്ടായി പുതിയ ജനറേഷൻ വെന്യൂവിൽ K2ന് പകരം K1 പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതിനും നമുക്ക് ബെറ്റർ സേഫ്റ്റി റേറ്റിംഗ്സ് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവർ പറയുന്നതാണ് കേട്ടോ, ഞാൻ ഇനി പറഞ്ഞു എന്ന് പറഞ്ഞതെല്ലാം സത്യമാണോന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് നന്നായിട്ട് തന്നെ ഹോപ്പ് ചെയ്യാം. കാരണം ഹ്യുണ്ടായി ഇപ്പോൾ എല്ലാവരും കുറേ കാലമായിട്ട് സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അവരിപ്പോൾ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. വെർണയ്ക്ക് 5 സ്റ്റാർ കിട്ടിയായിരുന്നു. ആൻഡ് അതിനുശേഷം പിന്നീട് അവർ അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ലേറ്റസ്റ്റ് വരുന്ന വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല സേഫ്റ്റിയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയും ക്രാഷ് ടെസ്റ്റ് ആണെങ്കിൽ അറിയായിരുന്നത്, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യുമായിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് കിടക്കാം. ആൻഡ് അത് അത്യാവശ്യം ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ പ്രൈസ് ആസ് സച്ച് ഡിസപ്പോയിൻറ്റിംഗ് അല്ല, പക്ഷേ ഹ്യുണ്ടായി ഇപ്പം ടിപ്പിക്കൽ മഹീന്ദ്ര സ്ട്രാറ്റജി പിടിച്ച് ആകെ ബേസിക് വേരിയൻസിൻ്റെ പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും 1.2 NA മോഡൽസിൻ്റെ. അതാകുമ്പോൾ അവർക്ക് മാക്സിമം കുറച്ച് കാണിക്കാമല്ലോ. 7.9 lakhs ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് HX2 മോഡൽ. ആൻഡ് HX4ലും HX5ലും HX2 3 വേരിയൻസിലാണ് നമുക്ക് 1.2 NA കിട്ടുന്നത്. മാക്സിമം 9.15 lakhs വരെയാണ് 1.2 ലിറ്റർ മോഡലിൻ്റെ പ്രൈസിങ് പോകുന്നത്. എന്തിനാണ് അവർ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പറയുമ്പോൾ ഓ മൈ ഗോഡ് 7.9 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു, 9.15 lakhs എൻഡ് ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കില്ല ആരാണെങ്കിലും പ്രൈസും പറയും. ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഷോർട്സിൽ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഇത്ര ഉള്ള പ്രൈസ് കൊള്ളാലോ, ഭയങ്കര ചീപ്പ് പ്രൈസിങ് ആണല്ലോ എന്ന്. പക്ഷേ 1 ലിറ്റർ ടർബോയുടെ പ്രൈസ് വന്നിട്ടില്ല, DC പ്രൈസ് വന്നിട്ടില്ല, ഡീസലിൻ്റെ പ്രൈസ് വന്നിട്ടില്ല, ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. സോ മോസ്റ്റ്ലി ഇത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആൻഡ് ഇനിയിപ്പം ചിലപ്പോൾ 1-2 ആഴ്ച കൊണ്ട് അവരിതിൻ്റെ ബാക്കിയുള്ള വേരിയൻസിൻ്റെ പ്രൈസ് പറയുമായിരിക്കും. പക്ഷേ അത് വേറെ ജസ്റ്റ് ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രം പറഞ്ഞിരിക്കുന്നത്. അതും 1.2 മോഡൽസിന് മാത്രം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ 1.2 മോഡൽ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 1.1 to 1.2 ടൺസിനിടയിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതിൽ ഈ 83 bhp ഉള്ള 1.2 NA പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ മോശം പെർഫോമൻസ് ആണ്. ബേസിക്കലി നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി വേണം, എഞ്ചിൻ നിങ്ങളെ യാതൊരു രീതിയിലും ബോധറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അല്ലാതെ യാതൊരു രീതിയിലും നിങ്ങൾ ഈ ഒരു എഞ്ചിൻ വെച്ച് ഈ വണ്ടി എടുക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് എഞ്ചിനെ പറ്റി പറയേണ്ടത്. പിന്നെ ബൈ ദ വേ ഇതിൻ്റെ വേരിയൻസിൻ്റെ പേര് മൊത്തം മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മാറി HX2, HX4, HX5, HX6, HX7, HX8, HX10 ഇത്രയും വേരിയൻസ് ആണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. 7 വേരിയൻസ് ആണ് ഹ്യുണ്ടായി പറയുന്നത്. ആൻഡ് HX എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി എക്സ്പീരിയൻസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് എക്സ് വന്നത് എക്സ്പീരിയൻസിൻ്റെ എന്ത് എക്സ് ആണെന്ന് അറിയില്ല, ബട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം എക്സ് ആണല്ലോ വരുന്നത്, അതായിരിക്കണം. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വലിയൊരു ഉപകാരമായേനെ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ ഗൈസ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.